MA ഹിസ്റ്ററി സബ്ജക്റ്റിൻ്റെ തേർഡ് സബിൻ്റെ പാർട്ടായ സോഷ്യൽ റവല്യൂഷൻസ് ഇൻ മോഡേൺ വേൾഡ് എന്ന ടെക്സ്റ്റിലെ ഫസ്റ്റ് യൂണിറ്റിലെ 1.3 ദ സയൻറ്റിഫിക് മെത്തേഡ്, ശാസ്ത്രീയ രീതി. മനുഷ്യചരിത്രത്തിലെ ഒരു വഴിത്തിരിവാണ് ശാസ്ത്രീയ വിപ്ലവം. പ്രകൃതി ലോകത്തെ സമീപിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലുമുള്ള മൗലികമായ മാറ്റമാണ് നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും യുക്തിസഹമായ ന്യായവാദങ്ങളിലൂടെയും പ്രകൃതി പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ശാസ്ത്രീയ രീതിയാണ് ഇതിൻ്റെ കാതൽ. ഫ്രാൻസിസ് ബേക്കൺ, റെനെ ദെക്കാർത്ത് തുടങ്ങിയ സ്വാധീന ശക്തികളാൽ പരിഷ്കരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്ത ഈ ശാസ്ത്രീയപരമായ ചട്ടക്കൂടാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ അടിത്തറ. മാതൃകകളും പ്രവണതകളും അപാകതകളും തിരിച്ചറിയുന്നതിനായി നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൻ്റെ സൂക്ഷ്മമായ വ്യവസ്ഥാപിതവുമായ പരിശോധനയോടെയാണ് ശാസ്ത്രരീതി ആരംഭിക്കുന്നത്. ശാസ്ത്രീയ അന്വേഷണത്തിൻ്റെ ആരംഭ പോയിൻ്റായി നിരീക്ഷണങ്ങൾ വർത്തിക്കുന്നു. അത് അനുമാനങ്ങൾ രൂപപ്പെടുത്തുന്നതിനുള്ള അസംസ്കൃത ഡാറ്റ നൽകുന്നു. നിരീക്ഷണ വിധേയമായ പ്രതിഭാസങ്ങൾക്കുള്ള താൽക്കാലിക വിശദീകരണമാണ് ഒരു സിദ്ധാന്തമെന്നത്, ഹൈപ്പോത്തിസിസ്. മുൻപുണ്ടായിരുന്ന അറിവിൻ്റെയോ അവബോധത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഇത് പരീക്ഷണങ്ങളിലൂടെ പരിശോധിക്കാനാകും. ഫ്രാൻസിസ് ബേക്കൺ. പരീക്ഷണങ്ങൾ, എക്സ്പെരിമെൻറ്റേഷൻ ശാസ്ത്രീയ രീതിയുടെ ഒരു പ്രധാന ഘടകമാണ്. കാരണം ഗവേഷകരെ അവരുടെ സിദ്ധാന്തങ്ങളുടെ സാധുത പരിശോധിക്കാനും അവയെ പിന്തുണയ്ക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ ഉള്ള പരീക്ഷണാത്മക തെളിവുകൾ ശേഖരിക്കാനും ഇത് അനുവദിക്കുന്നു. പ്രത്യേക വേരിയബിളുകളെ വേർതിരിച്ചെടുക്കാനും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഘടകങ്ങളെ നിയന്ത്രിക്കാനും പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. അതുവഴി നിരീക്ഷിക്കപ്പെടുന്ന ഏതൊരു ഫലവും താൽപ്പര്യമുള്ള വേരിയബിളുമായി ബന്ധപ്പെട്ടതാണെന്ന് ഉറപ്പാക്കുന്നു. ആവർത്തിച്ചുള്ള പരീക്ഷണങ്ങളിലൂടെയും ശ്രദ്ധാപൂർവമായ ഡാറ്റാ വിശകലനത്തിലൂടെയും ശാസ്ത്രജ്ഞർക്ക് പ്രകൃതിദത്തമായ പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന സംവിധാനങ്ങളെക്കുറിച്ച് നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും. നിരീക്ഷണത്തിനും പരീക്ഷണത്തിനും പുറമെ ശാസ്ത്രീയ രീതി യുക്തിപരമായ ന്യായവാദത്തിനും അനുമാനത്തിനും ഊന്നൽ നൽകുന്നു. ഡാറ്റ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞർ നിഗമനങ്ങളിൽ എത്തിച്ചേരാനും നിരീക്ഷിക്കപ്പെട്ട പ്രതിഭാസങ്ങളെ കൃത്യമായി വിവരിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന സിദ്ധാന്തങ്ങളോ നിയമങ്ങളോ രൂപപ്പെടുത്തുന്നതിന് നിഗമനാത്മകവും ഡെഡിക്കേറ്റീവ്, ആഗമനാത്മകവുമായ ഇൻഡെഡിക്കേറ്റീവ് ന്യായവാദം ഉപയോഗിക്കുന്നു. പൊതുവായ തത്വങ്ങളിൽ നിന്നോ സിദ്ധാന്തങ്ങളിൽ നിന്നോ പ്രത്യേക പ്രവചനങ്ങൾ ഉരുത്തിരിച്ചെടുക്കുന്നത് നിഗമനാത്മകമായ ന്യായവാദത്തിൽ ഉൾപ്പെടുന്നു. താങ്ക് യു.